ഇയാൾ എന്തുകൊണ്ടാണ് ചൂല് കൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറഞ്ഞത്? ഇയാളൊരു പുല്ലും ചെയ്യാനല്ലോ NSSന്. സമുദായം എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്ത സാധനമൊന്നുമല്ല. പറഞ്ഞതില്ല, അതൊന്ന് കത്തിക്കാളും. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ നമ്മുടെ മുഖ്യമന്ത്രിനെ അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള കുറച്ച് സംഭവങ്ങളാണ്, അതിന് കാരണമായ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു വീഡിയോന്റെ കൂടെ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപരാഷ്ട്രപതി CN രാധാകൃഷ്ണനെ മന്യസമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല NSSന്റെ നേതൃയോഗം. അന്ന് ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നിട്ട ആ ഒരു വീഡിയോന്റെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 1000-ഓളം കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ 1000-ഓളം കമന്റുകളിൽ ഒരു കമന്റ് പോലും ഞാൻ ആ ചെയ്ത വീഡിയോനെ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒരൊറ്റ കമന്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതേപോലെ ആ വീഡിയോയിൽ കമന്റ് ചെയ്ത ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുകുമാരൻ നായർ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു, സുകുമാരൻ നായർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോൾ നായന്മാരായാലും അല്ലാത്തവരായാലും സുകുമാരൻ നായരെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം സുകുമാരൻ നായരുടെ മീറ്റിങ്ങിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാണാൻ സമ്മതിച്ചില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ CMന്റെ വെർഷൻ എന്തായിരുന്നു ഈ ഒരു സംഗതിയിൽ നമുക്ക് ആദ്യം കേട്ടോക്കാം. വിളിച്ചിരുന്നു, എന്നെ ഫോണിൽ കിട്ടാണ്ട്. ഞാൻ ബജറ്റിന്റെ തയ്യാറെടുപ്പിന്റെ സമയത്ത് എന്റെ അടുത്ത് ഫോൺ ഉണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോടിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ. അതായത് മുഖ്യമന്ത്രി ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തെ കാണാനുള്ള അനുമതി നിശ്ചയിച്ചു എന്ന്, ഇദ്ദേഹത്തെ കാണാൻ താല്പര്യമില്ല എന്നുള്ളൂ. അദ്ദേഹം നമുക്ക് കാണാൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രീ VD സതീശൻ NSS ജനറൽ സെക്രട്ടറിനെ കാണാമെന്ന് തന്നെയാണ് പറയുണ്ടായിരുന്നത്. അദ്ദേഹം ബഡ്ജറ്റിന്റെ തിരക്കിൽ പെട്ടുപോയതായിരുന്നെന്നാണ്. ഇന്നലെ NSSന്റെ ആസ്ഥാനത്ത് വെച്ച് സുകുമാരൻ നായർ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ഈ മുഖ്യമന്ത്രി കാണാം എന്ന് പറഞ്ഞതിനെ കുറിച്ച് സുകുമാരൻ നായരുടെ മറുപടി എന്താണ് നമുക്ക് ആദ്യം കണ്ടുവെക്കുന്നത്. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് സംസാരിച്ചിരുന്നു, പക്ഷേ അനുമതി കൊടുത്തിരുന്നു, പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ്. പച്ചക്കള്ളാ പറഞ്ഞു. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം, എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരാഴ്ച എന്ന് തോന്നുന്നു, ഒരാഴ്ചയല്ല, 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു. അതും ഈ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിയെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറയാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചുമില്ല, ഒന്നും പറഞ്ഞുമില്ല. അതൊരു ഗവൺമെന്റും NSSും തമ്മിലുള്ള ഒരു ഫയല് എന്നെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. അത് സെക്രട്ടേറിയറ്റിൽ വെച്ച് ആ ഫയൽ ഉണ്ടാവുള്ളൂ, സെക്രട്ടേറിയറ്റിലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവിടെ കാണുകയുള്ളൂ. അപ്പൊ അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി കാണാൻ അനുമതി നിഷേധിച്ചു, സുകുമാരൻ നായരെ കാണാൻ താല്പര്യമില്ല എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കാണാൻ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ എറണാകുളത്ത് വെച്ചാണ് കാണാൻ സമ്മതിച്ചത്, ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് മുഖ്യമന്ത്രിനെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്ന സ്ഥലത്ത് തന്നെ മുഖ്യമന്ത്രി കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനായിട്ട് തന്നെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം അനുമതി ഒരിക്കലും നിശ്ചയിച്ചില്ല, കാണാൻ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു കാര്യം അക്നോളജ് ചെയ്തിട്ടുണ്ട് ശ്രീ സുകുമാരൻ നായർ. ഈ ഒരു പ്രസ് മീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. പുള്ളി ചില സ്ഥലത്ത് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നത്, ചില സ്ഥലത്ത് ഭയങ്കര ബോൾഡായി സംസാരിക്കുന്നത്, ചില സ്ഥലത്ത് ഇതൊക്കെ എനിക്ക് വെറും ഡാഷാണെന്നുള്ള രീതിയിലൊക്കെ പുള്ളി സംസാരിക്കുന്നത്. ഇന്നലെ തന്നെ ആ പ്രസ് മീറ്റിൽ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് ഒരു സൈഡിൽ മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് കേന്ദ്രമന്ത്രി നിൽക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ട്. നിങ്ങളൊന്ന് കേട്ടോ, ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. ഒരു ഭാഗത്ത് കേന്ദ്ര സഹമന്ത്രിയാണ്, ഈ പുറത്ത് മുഖ്യമന്ത്രിയുണ്ട്. ഒരു വേട്ടയാടല് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എനിക്ക് വയസ്സ് 86. ഞാൻ ഇവരൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം കണ്ട ആളാണ്. NSSന്റെ പ്രവർത്തകനുമാണ്. എനിക്കതിൻ്റെ ഒന്നും യാതൊരു ഇത് എനിക്കില്ല. അങ്ങനെ ഒരു ഭയമോ അല്ലെങ്കിൽ അങ്ങനെ വേട്ടയാടുന്നു, എന്നെ ഒന്നും വേട്ടയാടാൻ ഒക്കത്തില്ല.
അതാണ് അതിനകത്തെ കാര്യം. ഇവരെല്ലാം ആര് വിചാരിച്ചത് എന്നുവെച്ചാൽ നമ്മൾ അത്ര ക്രിസ്റ്റൽ ക്ലിയറാ, നമ്മുടെ ജീവിതം തന്നെ അത്രയും ക്രിസ്റ്റൽ ക്ലിയറാ. നിങ്ങളൊക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കള്ളു പിടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പെണ്ണു പിടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, പിന്നെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുവാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്നെ അഹങ്കാരിയാണത്. അഹങ്കാരം ഞാൻ എടുക്കേണ്ടടുത്ത് എടുക്കും, ഒരു സംശയമില്ല അതിനകത്ത്. അത് ഭീരുക്കളുടെ ലക്ഷണമല്ല, ധീരതയുള്ളവരുടെ ലക്ഷണം. കള്ള് കുടിച്ചിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടില്ല, അഴിമതി കാണിച്ചിട്ടില്ല, നല്ല ക്വാളിറ്റീസ് തന്നെയാണ്. പക്ഷേ സ്വജനപക്ഷപാതം എന്താണ് ചെയ്തിട്ടുള്ളത്? അതേപോലെ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ആസ് എ ലീഡർ താങ്കൾ എന്താണ് ചെയ്തിരിക്കുന്നത്? പിന്നെ അഹങ്കാരി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് താങ്കൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അഹങ്കാരി എന്നുള്ള കേൾക്കുന്നതല്ലായിരിക്കും, പക്ഷെ എല്ലാവരും അഹങ്കാരി എന്ന് വിളിച്ചിട്ട് ആ ഒരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് താങ്കൾ തന്നെ സ്വയം ആലോചിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റിന് മുമ്പ് സുരേഷ് ഗോപി ഒരു തവണ മന്നം സമാധിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്നും അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇവർ പറയുന്ന ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ SPG ആണ് വന്ന് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക, ആ സമയത്ത് അവിടെ പട്ടികളെ കയറ്റും, ആ പട്ടികളെ കയറ്റുന്ന മന്നം സമാധിയിൽ സമ്മതിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അമ്പലം പോലെ കാണുന്ന സ്ഥലമാണെന്നൊക്കെയാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ SPG ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എവിടെയെങ്കിലും പോകുമ്പോൾ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയും ചെക്ക് ചെയ്യാറില്ലേ? അവിടെ ഈ ഡോഗ്സ് കയറാൻ ചാൻസ് ഉണ്ടോ? എനിക്കറിയില്ല. കാരണം അവർ ശബരിമലയിൽ പോകാറുണ്ട്, ഗുരുവായൂർ പോകാറുണ്ട്, ഇന്ത്യയിലെ മറ്റ് പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും അമ്പലങ്ങളിലും പോകാറുണ്ട്. അവിടേക്ക് ഈ SPG അല്ലെങ്കിൽ ഗാർഡുകളോ ചെക്ക് ചെയ്യാറുണ്ടല്ലോ. സുരേഷ് ഗോപി ആസ് എ പൊളിറ്റീഷ്യൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് പല കാര്യങ്ങൾ തോന്നിയിട്ടുള്ളത് ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്, ജെന്യൂൻ ആയിട്ട് പറയുന്ന ഒരാളാണ്. ആസ് എ പൊളിറ്റീഷ്യൻ സുരേഷ് ഗോപി ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതി ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈസ് എ ജെന്യൂൻ പേഴ്സൺ. ഇനി അന്ന് ഡൽഹിയിലെ NSS അവർ മന്നം സമാധി സ്മൃതി മണ്ഡപം പോലെ എന്തോന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. അന്ന് അവിടെ ഉപരാഷ്ട്രപതിയും ശ്രീ സുരേഷ് ഗോപി രണ്ടുപേരും ഉണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ സുരേഷ് ഗോപിന്റെ അടുത്ത് ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് ആദ്യം കേൾക്കാം. വരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മൾ അതിന് ആൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ആൾട്ടർനേറ്റീവാണ്, അതിനെ അവർ എതിർക്കുന്നില്ലല്ലോ. പെരുമയെന്ന് പറയുന്നത് മന്ന തപ്പുപ്പന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കും. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും, ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷെ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിന്റെ ശക്തി മറ്റു ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാം അല്ലേ? പെരുന്ന ശുദ്ധീകരിക്കാനുണ്ടെന്ന് പറഞ്ഞതിനും സുകുമാരൻ നായരുടെ കയ്യിലുണ്ട് മറുപടി. അതിൽ പറയുന്ന സുരേഷ് ഗോപി ഒരു പുല്ലും ചെയ്യില്ല. അതേപോലെ എന്താണ് പറയുന്നത്, ആദ്യം അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ സുരേഷ് ഗോപി തീർക്കട്ടെ എന്നാണ്. സുരേഷ് ഗോപി എന്തിനാ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നത്? പുള്ളി ഒരു ആക്ടറാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് അമ്മ സംഘടനയിൽ ആ സംഘടന ഉണ്ടായ കാലം മുതൽ തന്നെ മെമ്പർഷിപ്പ് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുകൂടാതെ സുരേഷ് ഗോപി പെരുന്നയിൽ വന്നത്, മന്നം സമാധിയിൽ വന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടായിരുന്നു, ബഡ്ജറ്റിൻ്റെ സമയത്താണ് വന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ NSS? NSS അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ശ്രീ സുകുമാരൻ നായർ രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? താങ്കൾക്കും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമില്ലേ? താങ്കൾക്ക് പിണറായിനെ സൂചിപ്പിക്കാറുണ്ട്, പിന്നെ അതേപോലെ എന്താ പറയുക, VD സതീശനെ താങ്കൾ വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് തന്നെയല്ലേ? സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ച് സുകുമാരൻ നായർ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. എനിക്ക് അതിനകത്തൊന്നും മറുപടി പറയാനില്ല. ഈ സുരേഷ് ഗോപി ആരാ സാറ്? തൃശ്ശൂർ ചെന്ന് ഇപ്പൊ അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ഒന്നും ചെയ്യാനൊന്നും ഇവരാരും ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അതൊന്നും അല്ല. അത് ഇവര് വാസ്തവത്തിൽ ഇങ്ങനെ അതിനകത്ത് ഈ വൈസ് പ്രസിഡന്റ് ഇതിനകത്തൊരു കരുവാക്കിയത്. അതിന് പ്രധാന കാരണക്കാരൻ ഈ സുരേഷ് ഗോപിയാണ്.
സുരേഷ് ഗോപിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അതാണ് അതിനകത്തെ കാര്യം. ഇവിടെ ആ പണിയൊന്നും നടക്കിയല്ലോ. BJP അല്ല. ഞങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് നിൽക്കണം, പോകണമെന്നുള്ള ആഗ്രഹക്കാരാണ്. അതിന് ഞങ്ങൾ യാതൊരു വെള്ളം ചേർക്കില്ല അതിനകത്ത്. അതേപോലെ BJPന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു സംഗതികളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി. NSSും ശ്രീ സുകുമാരൻ നായരും സമുദായത്തിനും സംഘടനയ്ക്കും ചെയ്ത സംഭാവനകൾ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അദ്ദേഹത്തെ പൊക്കിയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ സൈഡിൽ നിന്ന് ഇങ്ങനൊരു റിയാക്ഷൻ, ഇങ്ങനൊരു എന്താ പറയുക അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് വല്ല തെറ്റ് പറ്റിയതാണോ, എനിക്ക് വല്ല അബദ്ധം പറ്റിയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ വീഡിയോൻ്റെ ആ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് വെറുതെ തുറന്നു നോക്കി. കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ സൈഡിലല്ല തെറ്റെന്നുള്ളത്. എല്ലാവരും പുള്ളിനെ ആ ഒരു കാര്യത്തിൽ വിമർശിച്ച്, ഈ ഒരു സുകുമാരൻ നായരെ പൊക്കി പറഞ്ഞതിൽ വിമർശിച്ചിട്ടാണ് ഫുള്ള് അതിൻ്റെ താഴെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമൻറ്റിനെ കുറിച്ചും സുകുമാരൻ നായരുടെ അടുത്ത് നമ്മളെ മീഡിയാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, അതിഭയങ്കരമായ മറുപടിയാണ്. നിങ്ങൾ ആദ്യം ആ വീഡിയോ കൂടി കണ്ടു. ഇനിയും കൂടുതൽ വീഡിയോ പ്ലേ ചെയ്യാത്ത അവസാനത്തെ വീഡിയോ ആണ്, കൂടുതൽ വെറുപ്പിക്കില്ല. ഈ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കും. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുമ്പോഴും BJPയിലെ മറ്റാളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉണ്ടാകുന്നത്? NSSനെ ആക്രമിക്കുന്നതിലൂടെ, NSSനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിലൂടെ സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഞാനത് പറയണം. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം തന്നെ അവർക്ക് തന്നെ തോന്നി കാണിച്ച വൃത്തികേടാണെന്ന്. അതുകൊണ്ട് അവർ തിരുത്തി പറഞ്ഞു. അല്ല, നിക്കക്കള്ളിയല്ലേ ഇവിടെ, അതാണ് അതിനകത്തൊരു കാര്യം. ഈ സമുദായം എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്ത സാധനമൊന്നുമല്ല. പറഞ്ഞതില്ല, അതിന് കത്തിക്കാളും. അതുകൊണ്ട് അവർ ബുദ്ധിമാന്മാരായ അവരെ നല്ല രീതിയിൽ തിരിച്ചടിച്ചു. ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു സുരേഷ് ഗോപി ഉപരാഷ്ട്രപതിയും പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്താ അഭിപ്രായം? അതെ, അങ്ങനെ പറഞ്ഞു. ചന്ദ്രശേഖറുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു. അല്ല, അത് പറഞ്ഞല്ലോ ഉപരാഷ്ട്രപതി പറഞ്ഞത്. അത് കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഭയങ്കരമായ ദോഷം സംഭവിക്കുമെന്ന് അദ്ദേഹം ദീർഘവീക്ഷണമാണ്. സുരേഷ് ഗോപി കാണിച്ച നടപടി കൊണ്ട്, വൈസ് പ്രസിഡന്റ് കാണിച്ച നടപടി അവരുടെ സംഘടനയുടെ ഭാവി പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും എന്നവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് അവരത് തിരുത്തിയത്. സമുദായമാണ്, സമുദായത്തെ തൊട്ട് കളിച്ചാൽ തീക്കളിയാവും, അതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലുള്ള ഭീഷണി. ഇതാരാ പറയുന്നത്? സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 6-ാം നമ്പറിൽ നരേന്ദ്രപ്രസാദ് പറഞ്ഞ പോലെ അപ്പനും ഞാനും സുഭദ്രയും. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തുന്ന സമുദായം, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് കാലാകാലത്തോളം കയ്യിൽ വെച്ച് ഭരണം കൈയാളുന്ന ഏകപക്ഷീയമായ ഭരണം നടത്തുന്ന ഒരു സമുദായം. അതിൽ താങ്കൾ ഈ പറഞ്ഞ ഭീഷണിക്ക് ഈ സമുദായങ്ങൾ മൊത്തം കൂടെ നിൽക്കുന്ന താങ്കൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? എന്ത് ഗ്യാരണ്ടിയിലാണ് താങ്കൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മിസ്റ്റർ സുകുമാരൻ നായർ? താങ്കളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു, താങ്കളുടെ എക്സ്പീരിയൻസിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് പ്രൊഫഷണലായാലും, രാഷ്ട്രീയത്തിലായാലും, സ്പോർട്സിലായാലും, അധ്യാപനത്തിലായാലും, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും, ഏത് പ്രൊഫഷനിലായാലും നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ പോലും, അതായത് നമ്മളെ ശരീരം ചിലപ്പോൾ മനസ്സെത്തുന്നിടത്ത് എത്തണം എന്നില്ല, ചിലപ്പോൾ നമ്മളറിയാതെ വിടുവായത്തം പറഞ്ഞെന്നിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റിട്ടയർമെൻ്റ് എടുത്ത് ഭാവി തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ NSSൻ്റെ സുകുമാരൻ നായരായാലും CPMൻ്റെ ശ്രീ പിണറായി വിജയനായാലും. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് ദയവായത് വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.